ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി പഴനിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. വെക്കേഷൻ തുടങ്ങിയ സമയത്ത് തന്നെ പോകാൻ തീരുമാനിച്ചു. കാരണം എല്ലാവർക്കും സൗകര്യം ഉണ്ടായത് അപ്പോഴായിരുന്നു. പക്ഷേ സാധാരണ ഞങ്ങൾ കുറച്ച് മുന്നേ ജനുവരി ഫെബ്രുവരി ആ ഒരു മാസങ്ങളിൽ പോകാറുള്ളത്. പക്ഷേ ഇപ്രാവശ്യം എല്ലാം റഷായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒന്നും കഴിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പോയി ഞങ്ങളിത് ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ ഭക്ഷണമൊക്കെ പാക്ക് ചെയ്തിട്ടാണ് എടുക്കാറ് സാധാരണ. രാവിലത്തേക്ക്, ഉച്ചത്തേക്ക്, പിന്നെ രാത്രിക്ക് സെപ്പറേറ്റ് പാക്ക് ചെയ്തിട്ടെടുക്കും. പോണ അന്നത്തെ ദിവസത്തെ ഞങ്ങൾ പുറത്തുനിന്നും കഴിക്കാറില്ല. പിറ്റേന്ന് രാവിലെ അഭിഷേകം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ മാത്രം ഞങ്ങൾ കഴിക്കാറുണ്ട് പുറത്തുനിന്ന്, അത്രേ കഴിക്കാറില്ല. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് വേഗം പഴനിയിലേക്കുള്ള യാത്ര പുറപ്പെട്ടു. അപ്പോൾ വഴിയിലൊക്കെ എല്ലാവരും ഉറങ്ങിപ്പോയി. അതാണ് ഇടയ്ക്കുള്ള വീഡിയോസ് ഒന്നും ഇല്ലാത്തത്. ഇത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഏകദേശം പഴനിയോടടുത്ത് ഒരു സ്ഥലത്താട്ടോ, ഒരു തെങ്ങിൻ തോപ്പിലാട്ടോ ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നത്. അപ്പോൾ അവിടെ കണ്ടൊരു പോണ്ടിൻ്റെ വളരെ ബ്യൂട്ടിഫുള്ളായ വ്യൂ ആണ്. അത് വേറെ ഏതോ ഒരു കുളത്തുനിന്ന് വരികയാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഇവിടെ ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ടുള്ള നല്ല വെള്ളം കേട്ടോ. ഈ തെങ്ങിൻ തോപ്പിലേക്ക് എല്ലാവർക്കും കൊടുക്കേണ്ട, തെങ്ങിനൊക്കെ കൊടുക്കേണ്ട വെള്ളം ഇവിടുന്നാണ് പോകുന്നത്. അങ്ങനെ അത് കുറച്ചു നേരം കണ്ടു നിന്ന് ഞങ്ങൾ നേരെ പോയി. ഏകദേശം ഞങ്ങൾ പഴനി എത്താനേ ദൂരെ കാണുന്നതാണ് നമ്മുടെ പഴനിമല. അങ്ങനെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇത്ര നേരമുള്ള ക്ഷീണമൊക്കെ പഴനി എത്താനായപ്പോൾ മാറിയിട്ട് എല്ലാവരും വളരെ എനർജറ്റിക്കായിട്ട് എണീറ്റിരുന്ന് അങ്ങനെ കാണാണ് പുറത്തേക്കുള്ളത് എത്താനായി എന്നുള്ളത്. ഏകദേശം ഞങ്ങൾ പഴനിമല തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്താണ് ഞങ്ങൾ അക്കോമഡേഷൻ എല്ലാ കൊല്ലവും ഞങ്ങൾ എടുക്കാറുള്ളത്. ആ സ്ഥാപനത്തിൻ്റെ പേര് ഞാൻ മറന്നു സത്യം പറഞ്ഞാൽ. എല്ലാ കൊല്ലം പോവുകയാണെങ്കിൽ പക്ഷേ പെട്ടെന്ന് ഓർമ്മ കിട്ടത്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. എല്ലാവരും ടയർഡായിരുന്നു കേട്ടോ. കുറച്ച് നേരം കിടന്ന് ഞങ്ങൾ വിശ്രമിച്ച് കുട്ടികൾക്ക് കുറച്ച് ചെറിയ ഭക്ഷണമൊക്കെ കൊടുത്തു. അങ്ങനെ കുളിച്ചുമായിട്ട് ഞങ്ങൾ വൈകുന്നേരം അടിവാരം ചുറ്റാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ റൂട്ടീൻ എന്താ വെച്ചാൽ എത്തി അന്ന് തന്നെ അടിവാരം ചുറ്റി പഴനിമല കയറും. പിറ്റേന്ന് രാവിലെ അഭിഷേകത്തിനും കയറും. അങ്ങനെ അഭിഷേകം കഴിഞ്ഞ് തിരിച്ചിറങ്ങി എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ നേരെ പോകും. അതാണ് ഞങ്ങളുടെ ഡെയിലി റൂട്ടീൻ. അങ്ങനെ അതിലേക്കായിട്ട് ഞങ്ങൾ വൈകുന്നേരം എല്ലാവരും കുളിച്ച് മാറ്റി അടിവാരം ചുറ്റാൻ പോവുകയാണ്. അങ്ങനെ ഇതാ പോകുന്ന വഴിക്കുണ്ടല്ലോ ഒരുപാട് ജീവിതങ്ങളാണ് കേട്ടോ കാണുന്നത്. നമ്മളെ പൂക്കച്ചവടക്കാരായിട്ടും കുതിര സവാരിക്കായിട്ടും പിന്നെ എന്താ പറയുക, കപ്പലണ്ടി കച്ചവടം, ഉപ്പിലിട്ടത്, പിന്നെ കുറേ ടോയ്സ്, അങ്ങനെ ഒരുപാട് ജീവിതങ്ങൾ. അവരെല്ലാവരും അവരുടെ ദൈനംദിന ജീവിതം രണ്ട് കരയിലെത്തിക്കാൻ വേണ്ടി ഒരുപാട് പ്രയത്നിക്കണം നമുക്ക് കാണും. പിന്നെ ചിലർ അങ്ങോട്ട് വിളിക്കും, മറ്റവർ ഇങ്ങോട്ടും വിളിക്കും. അപ്പോൾ നമുക്ക് പോകേണ്ടത് കൺഫ്യൂഷനാവും. അങ്ങനെ ഞങ്ങൾ അടിവാരം ചുറ്റാൻ വേണ്ടി ആദ്യം ഞങ്ങൾ പഴനിമലയുടെ എൻട്രൻസിൽ അവിടെ എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, അവിടെ എത്തിയപ്പോഴാണ് അറിയണത് ഈ എൻട്രൻസിലൂടെ നമുക്ക് കയറാൻ പറ്റില്ല. അവിടെ എന്തോ റിനോവേഷൻ വർക്കൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് വേറൊരു സ്ഥലത്തു കൂടെയാണ് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോവുകയാണ്. അങ്ങനെ അടിവാരം ചുറ്റി നേരെ വന്നിട്ട് നേരെ പഴനിമല കയറും. അങ്ങനെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ആ എൻട്രൻസിൽ അവിടെ എത്തി നോക്കിയപ്പോഴാണ് കേട്ടോ അറിയണത് എന്താണെന്ന് വെച്ചാൽ അവിടേക്ക് മൊബൈൽ അലൗഡ് അല്ല. പക്ഷേ ഞങ്ങൾക്കിത് അറിയില്ലായിരുന്നു കേട്ടോ. ഞങ്ങൾ അക്കോമഡേഷൻ്റെ സ്ഥലത്ത് നിന്ന് ആരും അത് പറഞ്ഞും കേട്ടില്ല. പക്ഷേ കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ വരുന്നവരെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യമാണ് എന്തുകൊണ്ടാണ് അങ്ങനത്തെ മാറ്റങ്ങൾ വന്നതെന്ന് അറിയില്ല. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴാണ് മൊബൈൽ ഫോണ് അലൗഡ് അല്ല എന്ന് പറയുന്നത്. പക്ഷെ അവിടെ വെക്കാനുള്ള സൗകര്യം ഉണ്ടെന്നെങ്കിലും പെട്ടെന്ന് കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും പാനിക്കായി. അപ്പോൾ ഞങ്ങൾ എന്താ വിചാരിച്ചു, ഇന്ന് മല കയറേണ്ട, തൽക്കാലം അടിവാരം ചുറ്റിയിട്ട് നമുക്ക് നേരെ താമസ സ്ഥലത്തേക്ക് പോവാം, എന്നിട്ട് പിറ്റേന്ന് രാവിലെ കയറാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അടിവാരം ചുറ്റുന്നതിൻ്റെ ഇടയിൽ കൂടെ കണ്ട ഒരുപാട് കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പല ഭാഗങ്ങളിൽ റെനോവേഷൻ വർക്കുകൾ നടക്കുന്നുണ്ട്, അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും മൊബൈൽ കയറ്റാൻ പറ്റാത്തത് വളരെ ഡിസ്റ്റർബിങ് ആയിട്ട് തോന്നി. കാരണം വെച്ചാൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും മൊബൈൽ നമുക്കൊരു അത്യാവശ്യമാണല്ലോ. പിന്നെ പുറത്തിന് ക്യാഷും സാധനങ്ങളും ഒക്കെ നമുക്ക് എന്താ പറയുക ഡിജിറ്റലൈസ് ചെയ്ത് നമ്മൾ ഫോണിൽ തന്നെയാണല്ലോ ഉണ്ടാവുക. അങ്ങനെ അത് ഭയങ്കര ഡിസ്റ്റർബായിട്ടോ. എന്നാലും ഞങ്ങൾ പിറ്റേന്ന് രാവിലെ അഭിഷേകത്തിനായിട്ട് ഇറങ്ങുകയാണ്. എനിക്കൊരു മക്കളുടെ പേരിൽ കാവടി ഉണ്ടായിരുന്നു. അവർക്ക് നേർന്നതായിരുന്നു കഴിഞ്ഞ കൊല്ലം വരുമ്പം. അങ്ങനെ ഞങ്ങളത് കഴിഞ്ഞ് എന്താ പറയുക തിരിച്ച് അഭിഷേകം കഴിഞ്ഞ് വന്നു. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ഞങ്ങളധികം നേരം നിന്നൊന്നുമില്ല. ഞങ്ങൾ വരുന്ന വഴിക്ക് ഊരമ്പലം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, അവിടെ കയറി. പക്ഷെ അവിടെ നിന്നൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊക്കെ ഭയങ്കര ചൂടായിട്ട് നമുക്ക് അങ്ങനെ നിന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചതാ പോരുകയാണ് കേട്ടോ. എല്ലാവരും ടയേർഡാണ്, എല്ലാവരും ഉറക്കമാണ്. മക്കളൊക്കെ ഡാൻസ് കളിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും ബേസിക്കലി നമ്മളെല്ലാവരും കയറി ഇറങ്ങിയതിൻ്റെ ടയേർഡ് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ പുതിയൊരു വീഡിയോയിലേക്ക്